ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കോണിക് സെക്ഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ സർക്കിൾസിൻ്റെ ഭാഗമെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി പറയാനുള്ളത് പരാബോളയാണ്. പരാബോള ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, എനിക്ക് ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ ഫിക്സഡ് ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ എനിക്ക് എത്ര പോയിൻറ്റ്സ് വേണോ ഇടാം. എന്താണ് പറഞ്ഞത്? ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ എത്ര പോയിൻറ്റ്സ് വേണോ ഇടാം. അതായത് നോക്കിക്കേ, ഈ അകലവും സെയിം ആയിരിക്കും. ഉദാഹരണമായിട്ട് ഇതൊരു 4 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതും ഒരു 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. എങ്ങനെയാണ്? ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ. മനസ്സിലായോ? ഇതൊരു 4 ആണെങ്കിൽ ഇതും 4 തന്നെയായിരിക്കും. അതേപോലെ എനിക്ക് എത്ര പോയിൻറ്റ്സ് വേണോ ഇടാം. ഇനി അങ്ങനെ ഇട്ട ഈ പോയിൻറ്റ്സുകളെല്ലാം തമ്മിൽ ഞാനങ്ങ് യോജിപ്പിക്കുന്നു. ഓക്കെ, ഇനിയെല്ലാം ഞാനങ്ങ് യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ കിട്ടിയ ഈ രൂപത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? പരാബോള എന്ന് വിളിക്കാം. ഏത് പേരിട്ട് വിളിക്കാം? പരാബോള. ഇനി ഈ ഫിക്സഡ് പോയിന്റിനെ ഞാൻ ഫോക്കസ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഫോക്കസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ പരാബോളയുടെ ഫോക്കസ് എന്ന് വിളിക്കുന്നു. അതേപോലെ ഞാനൊരു ഫിക്സഡ് ലൈൻ എടുത്തില്ലേ, അതിനെ ഞാൻ ഡയറക്ട്രിക്സ് എന്ന് വിളിക്കുന്നു. ഡയറക്ട്രിക്സ്. ആ ഫിക്സഡ് ലൈനെ ഞാൻ ഏത് പേരാണ് വിളിക്കുന്നത്? ഡയറക്ട്രിക്സ്. ഓക്കെ, ഫിക്സഡ് പോയിന്റ് ഫോക്കസും ഫിക്സഡ് ലൈൻ ഡയറക്ട്രിക്സ് എന്നും അറിയപ്പെട്ടു. ഓക്കെ, ഇനി നോക്കാം, ബാക്കി നോക്കാം. ഇനി ഈ ഫോക്കസിൽ കൂടി നമ്മുടെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. ഫോക്കസിൽ കൂടി ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരച്ചു. ഈ ലൈനെ ഞാൻ ആക്സിസ് എന്ന് വിളിക്കും. നമ്മുടെ പരാബോളയുടെ ആക്സിസ് ഇതാണ്. എങ്ങനെയാണ്? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരച്ചു, അതാണ് ആക്സിസ്. ക്ലിയർ ആയോ? ഇനി എൻ്റെ പരാബോള ഈ ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തെ ഞാൻ ഏത് പേരിട്ട് വിളിച്ചു? വെർട്ടെക്സ്. എന്താണ് വെർട്ടെക്സ്? എൻ്റെ പരാബോള നമ്മുടെ ഈ ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ ഏത് പേരിട്ട് വിളിച്ചു? വെർട്ടെക്സ്. ക്ലിയർ ആണോ? ഇനി ഈ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഈ ലൈനിനെ എനിക്ക് ലാറ്റസ് റെക്റ്റം എന്ന് വിളിക്കാം. എന്താണ് വിളിക്കുന്നത്? ലാറ്റസ് റെക്റ്റം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരാബോള. ക്ലിയർ ആയോ? ആദ്യം ഞാനൊരു ഫിക്സഡ് പോയിന്റ് വരച്ചു, അതിനുശേഷം ഒരു ഫിക്സഡ് പോയിന്റ് ഇട്ടു, അതിനുശേഷം ഒരു ഫിക്സഡ് ലൈൻ വരച്ചു. ഓക്കെ, എനിക്ക് അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്? ഈ ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈ ഫിക്സഡ് ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ എത്ര പോയിന്റ് വേണോ എനിക്കിടാം. ഈ അകലവും ഈക്വലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ലൈനിൽ നിന്നും തുല്യ അകലത്തിൽ ഞാൻ ഒരുപാട് പോയിൻറ്റ്സ് ഇട്ടു. ഓക്കെ, ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ യോജിപ്പിച്ച് ജോയിൻ ചെയ്ത് കിട്ടിയ ഈ രൂപമാണ് നമ്മുടെ പരാബോള. പരാബോളയുടെ ആ ഫിക്സഡ് പോയിന്റ് നമ്മൾ ആദ്യം എടുത്തില്ലേ, അതിനെ ഞാൻ ഫോക്കസ് എന്ന് വിളിച്ചു. ആദ്യം എടുത്ത ആ ഫിക്സഡ് ലൈനെ ഡയറക്ട്രിക്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. എന്താണ് വിളിച്ചത്? ഡയറക്ട്രിക്സ്. ഇനി ഈ ഫോക്കസിൽ കൂടി എൻ്റെ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചു. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ആ ലൈനിനെ ഞാൻ ഏത് പേരിട്ട് വിളിച്ചു? പരാബോളയുടെ ആക്സിസ് എന്ന് വിളിച്ചു. ഇനി ഈ ആക്സിസിൽ എൻ്റെ പരാബോള ടച്ച് ചെയ്യുന്ന ആ പോയിന്റിനെ ഞാൻ വെർട്ടെക്സ് എന്ന് വിളിച്ചു. പരാബോളയുടെ വെർട്ടെക്സ് എന്ന് വിളിച്ചു. ഇനി ഫോക്കസിൽ കൂടി ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ലൈൻ വരച്ചു. ഇതിനെ ഏത് പേരിട്ടാണ് അറിയപ്പെട്ടത്? നമ്മുടെ പരാബോളയുടെ ലാറ്റസ് റെക്റ്റം. ഏതാണ്? ലാറ്റസ് റെക്റ്റം എന്നറിയപ്പെട്ടു. ഏത് പേരിട്ട് അറിയപ്പെട്ടു? ലാറ്റസ് റെക്റ്റം എന്ന് വിളിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമ്മുടെ പരാബോള 4 തരമുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, ഇതെപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്നൊരു ഭാഗമാണ്. ഈ 4 എണ്ണത്തിൻ്റെയും ഗ്രാഫുകൾ തമ്മിൽ നമുക്ക് തിരിഞ്ഞു പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് റൈറ്റ് ഹാൻഡഡ് പരാബോള. അത് y² = 4ax. y² = 4ax. നമ്മുടെ റൈറ്റ് ഹാൻഡഡ് പരാബോളയുടെ ഇക്വേഷൻ y² = 4ax. ഇവിടെ ഡിഗ്രി 1 ആയിട്ടുള്ളത്
ഡിഗ്രി 1 ആയിട്ടുള്ളത്, പവർ 1 ആയിട്ടുള്ളത് നമ്മുടെ എക്സ് അല്ലേ? അപ്പം എന്തായാലും എക്സ് കോർഡിനേറ്റിലോട്ട് ഉള്ള പരാബോള ആയിരിക്കും ഇത്, ഡിഗ്രി 1 ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ എക്സ് നമ്മൾ എഴുതുന്നത് ഇങ്ങനല്ലേ, എക്സ് ഇങ്ങനല്ലേടാ എഴുതുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള പരാബോള ആയിരിക്കും. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആയോ? എക്സ് കോർഡിനേറ്റിലായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇനി ഇവിടെ നോക്ക്, y² = 4ax ആണ്. y² = 4ax. അപ്പോൾ അതിൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ് അല്ലേ, 4ax. അപ്പോൾ അത് ഈ പരാബോള റൈറ്റ് ഹാൻഡഡ് ആണ്. ഓക്കെ, ഇവിടല്ലേ പോസിറ്റീവ് ആയിട്ടുള്ളത് വരത്തുള്ളൂ. ഇവിടെ എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് വരും, വൈ കോർഡിനേറ്റ് പോസിറ്റീവ് വരും, ഫുള്ള് പോസിറ്റീവ് അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരാബോള നമുക്ക് എങ്ങനെ വരയ്ക്കാം? y² = 4ax എന്നുള്ള പരാബോള നമുക്ക് ഓക്കെ, ഇതാണ് y² = 4ax. y² = 4ax എന്ന് പറയുന്ന പരാബോള. മനസ്സിലായോ? ഇനി ഇതിൻ്റെ ഫോക്കസ് എപ്പോഴും, ഏത് പരാബോളയാണെങ്കിലും അതിൻ്റെ ഫോക്കസ് എപ്പോഴും ഇതിനുള്ളിലേ വരത്തുള്ളൂ. അപ്പം ഇവിടെ ആയിട്ട് വരും ഇതിൻ്റെ ഫോക്കസ് എപ്പോഴും പരാബോളയ്ക്കുള്ളിലേ വരത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, y² = 4ax. അപ്പോൾ നമ്മുടെ ഫോക്കസ് നമുക്ക് എങ്ങനെ എഴുതാം? a0 എന്ന് എഴുതാം, a0 എന്ന് എഴുതാം. മനസ്സിലായോ? -4ax അല്ല, y² = 4ax. അപ്പം നമ്മുടെ പരാബോളയുടെ ഫോക്കസ് a0 എന്ന് എഴുതി, a0 എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമ്മുടെ ഡയറക്ട്രിക്സ് എങ്ങനെയാണ്? ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ഇവിടെ എന്താണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ പോസിറ്റീവ് അല്ലേ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x = -a ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x = -a എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതാണ് y² = 4ax. ഓക്കെ, ഇനി നമ്മൾ y² = -4ax നോക്കാം. ഓക്കെ, നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, y² = -4ax ആണ്. -4ax x ആണ്. അപ്പം -x ആവണമെങ്കിൽ എവിടെയായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആണ്ടോ, എക്സിൻ്റെ ഈ ചിറകിനെ ഞാൻ കളഞ്ഞു, ബാക്കി ഈ ചിറക് നെഗറ്റീവ് വന്നതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പരാബോള എങ്ങനെ വരയ്ക്കാം? എൻ്റെ പരാബോള എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ പരാബോള ഇങ്ങനെ വരയ്ക്കാം. ഇനി ഞാൻ എന്ത് പറഞ്ഞു? എപ്പോഴും ഫോക്കസ് എങ്ങനെയായിരിക്കും? ഈ പരാബോളയുടെ ഫോക്കസ് ഇവിടെ വരുമോ? ഇല്ല. കാരണം എന്താണ്? എപ്പോഴും പരാബോളയുടെ ഫോക്കസ് അതിനുള്ളിൽ, പരാബോളയ്ക്കുള്ളിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ പരാബോളയുടെ ഫോക്കസ് ഇവിടെ ആയിട്ട് വരും. ഇപ്പോൾ എക്സ് ആക്സിന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്? നെഗറ്റീവ് അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? -a0 എന്ന് എടുക്കാം. ക്ലിയർ ആണോ? ഫോക്കസ് എന്താണ്? -a0 എന്ന് കിട്ടി. ഇനി ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ, എന്താണ്? ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? എപ്പോഴും നേരത്തെ പറഞ്ഞു, എപ്പോഴും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഇവിടെ എന്താണോ സൈൻ അതിന് ഓപ്പോസിറ്റ് സൈനായിട്ടേ വരത്തുള്ളൂ. അപ്പം നമുക്ക് x = ഇവിടെ മൈനസ് ആണ്, അപ്പം +a വരും, x = a വരും. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? x = a. ഈ രണ്ട് പരാബോള ക്ലിയർ ആയോ? റൈറ്റ് ഹാൻഡഡ് പരാബോളയും ലെഫ്റ്റ് ഹാൻഡഡ് പരാബോളയും ക്ലിയർ ആയോ? അത് നമ്മൾ ഡിഗ്രി 1 ആയിട്ടുള്ളത് ചിന്തിക്കണം. ഓക്കെ, ഡിഗ്രി 1 ആയിട്ടുള്ളത് ഇവിടെ ഏതാണ്? എക്സ്. അപ്പോൾ എക്സ് അങ്ങ് എഴുതുക. എന്നിട്ട് ഇവിടെ എന്താണെന്ന് നോക്കുക, പോസിറ്റീവ് സൈൻ ആണോ നോക്കുക. അപ്പം ഈ നെഗറ്റീവ് സൈനിലെ ചേർക്കങ്ങ് വെട്ടിക്കളയുക, ബാക്കി പോസിറ്റീവ് സൈൻ. അപ്പോൾ നമ്മുടെ പരാബോള ഇങ്ങനെ കിട്ടും. ഈ സൈഡിൽ വരച്ചല്ലേ പോസിറ്റീവ് കിട്ടത്തുള്ളൂ. ഇവിടെ നെഗറ്റീവ് സൈൻ വരുമോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് ഫോക്കസ് പറയുന്നത്. ഫോക്കസ് എങ്ങനെയാണ് ഫോക്കസ് പറയുന്നത്? ഇവിടെ y ആക്സിസിലെ പോയിൻ്റ് ഇല്ലല്ലോ. അപ്പം എക്സ് ആക്സിസിലെ ഈ ഡിസ്റ്റൻസ് y = 4ax ആണ്. അപ്പം നമ്മുടെ ഫോക്കസ് a0 എന്ന് കിട്ടും, നെഗറ്റീവ് ഇല്ല, a0 എന്ന് കിട്ടും. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? എപ്പോഴും ഇവിടെ ഏതാണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ x = -a ആയിരിക്കും, x = -a ആയിരിക്കും. ക്ലിയർ ആയോ? x = -a എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഡിഗ്രി 1 ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ബാക്കി 2 പരാബോളയും കൂടെ നോക്കാം. മൊത്തം 4 ടൈപ്പ് പരാബോളയാണുള്ളത്. നോക്കിക്കേ, ഇനി അടുത്തത് അപ്വേഡ് പരാബോള. നമ്മൾ നേരത്തെ റൈറ്റ് ഹാൻഡഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള പറഞ്ഞു. ഇനി അടുത്ത അപ്വേഡ് പരാബോള. അതിൻ്റെ ഇക്വേഷൻ x² = 4ay. x² = 4ay. അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുമെന്ന് ഓക്കെ.
ഓക്കെ, ഇവിടെ ഡിഗ്രി 1 ആയിട്ടുള്ളത് ആരാണ്? വൈ അല്ലേ? ഡിഗ്രി 1 ആയിട്ടുള്ളത് വൈ ആണ്. ഓക്കെ, അപ്പം നമ്മൾ വൈ ഒന്ന് വരച്ച് നോക്കുന്നു. വൈ വരച്ച് നോക്കിയിട്ട് ഇതല്ലേ നമ്മുടെ പരാബോളയുടെ ഷേപ്പ്. ഓക്കെ, അപ്പോൾ അത് എങ്ങോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മുകളിലോട്ടല്ലേ? സൈൻ ഏതാണ്? പോസിറ്റീവ്. സൈൻ പോസിറ്റീവാണ്. അപ്പം വൈക്ക് പോസിറ്റീവ് കിട്ടണമെങ്കിൽ അത് എങ്ങനെയായിരിക്കാം? പരാബോള ഇങ്ങോട്ടായിരിക്കില്ലേ? അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഓക്കെ, ഇതാണ് പരാബോള. x² = 4ay എന്ന് പറയുന്ന പരാബോള ഇതാണ്. ഓക്കെ, ഇതിൻ്റെ ഫോക്കസ് എവിടെ ആയിരിക്കും? ഇതിൻ്റെ ഫോക്കസ് ഇവിടെ വരുമോ? അതും ഇവിടെയാണോ വരുന്നത്? വരില്ല. കാരണം പരാബോളയുടെ ഫോക്കസ് എപ്പോഴും അതിനുള്ളിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഫോക്കസ് എന്തായിരിക്കും? എക്സ് ആക്സിലെ പോയിന്റ് ഇവിടെ 0 അല്ലേ? 0 അല്ലേ? അപ്പോൾ 0. ഇവിടെ എക്സ് ആക്സിലെ പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് 0. വൈ ആക്സിലെ പോയിന്റ് എ. ഓക്കെ, 0a ആയിരിക്കും. ഒരു സൈൻ പോസിറ്റീവ് ആയിട്ട് 0a ആയിരിക്കും. ഇനി നമുക്ക് ഡയറക്ട്രിക്സ് വരയ്ക്കാം. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ഇവിടെ ഏതാണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് y = ഇവിടെ y അല്ലേ? അപ്പോൾ y = -a ആയിരിക്കും. -a ആണോ +a ആണോ? -a ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പോസിറ്റീവ് സൈനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ നെഗറ്റീവ് ആവും, -a ആവും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡൗൺവേർഡ് പരാബോള നോക്കാം. ഡൗൺവേർഡ് പരാബോള ഇവിടെ x² = -4ay. ഡൗൺ ആവുമ്പോൾ x² = -4a ആണെന്ന് ഓർത്തിരുന്നത്. -4ay. നേരത്തെ പറഞ്ഞ പോലെ വൈ അല്ലേ ഇവിടെ ഡിഗ്രി 1 ആയിട്ടുള്ളത്? വൈ ആണ്. അപ്പോൾ വൈ നമ്മളൊന്ന് എഴുതി നോക്കാം. ഇതല്ലേ വൈയുടെ ഷേപ്പ്. ഓക്കെ, ഇനി വൈക്ക് നെഗറ്റീവ് വരണമെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്? ഇങ്ങോട്ട് വരച്ചാൽ പോസിറ്റീവ് ആവും. നമ്മൾ വൈക്ക് നെഗറ്റീവ് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇതാണ് ഡൗൺവേർഡ് പരാബോള. ഓക്കെ, ഇനി അതിൻ്റെ ഫോക്കസ് എപ്പോഴും ഉള്ളിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞ് എങ്ങനെ നമുക്ക് ഫോക്കസ് എഴുതാം? നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ x² = -4ay ആണ്. അപ്പോൾ ഫോക്കസ് നമുക്ക് അങ്ങനെ എഴുതാം? 0. എക്സ് ആക്സിലെ പോയിന്റ് 0, വൈ ആക്സിലെ പോയിന്റ് ഏതാണ്? +a ആണോ -a ആണോ? -a അല്ലേ? -a ഡിസ്റ്റൻസിലല്ലേ? ഓക്കെ, താഴോട്ട് -a. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് 0 -a എന്ന് കിട്ടി. 0 -a എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡയറക്ട്രിക്സ് വരയ്ക്കാം. ഓക്കെ, ഡയറക്ട്രിക്സ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇവിടെ ഏതാണോ? വൈ. ഓക്കെ, വൈ സൈൻ ഏതാണ്? മൈനസ് ആണ്. അപ്പോൾ നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ y = +4a ആയിരിക്കും. ക്ലിയർ ആയോ? അത്രയേ ഉള്ളൂ. ഇതാണ് 4 ടൈപ്പ് പരാബോള. അപ്പം ഏതൊക്കെയാണ് നമ്മൾ 4 ടൈപ്പ് പരാബോള പറഞ്ഞത്? ഓക്കെ, ഇതെപ്പോഴും ഓർത്തിരിക്കണം. റൈറ്റ് ഹാൻഡഡ് പരാബോള y² = 4ax. അതിൻ്റെ ഇക്വേഷൻ എക്സിൻ്റെ പവർ നോക്കുക. വരയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അതേ രീതിയിൽ അങ്ങ് ചെയ്ത് നോക്കുക. അപ്പം മറക്കത്തില്ല. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് പരാബോള y² = 4ax. y² = 4ax. അടുത്തത് ലെഫ്റ്റ് ഹാൻഡഡ് ആവുമ്പോൾ ഇങ്ങോട്ട് വരും, ലെഫ്റ്റിലോട്ട് നോക്കിയിരിക്കും. അത് ഓർത്തിരുന്നാലും മതി. റൈറ്റിലോട്ട് നോക്കിയിരിക്കും. ഓക്കെ, ലെഫ്റ്റിലോട്ട് നോക്കിയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ y² = -4ax. എന്താണ്? y² = -4ax. അതിൻ്റെ ഫോക്കസ് പഠിച്ചു, ഡയറക്ട്രിക്സ് പഠിച്ചു. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എപ്പോഴും എഴുതുന്നത് ഇവിടെ ഏതാണോ സൈൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക. അപ്പോൾ x = -a. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിനകത്ത് x = +a ആയിരിക്കും. അടുത്ത് നമ്മൾ പറയുന്നത് അപ്വേർഡ് പരാബോള. അപ്വേർഡ് പരാബോള എന്ന് പറയുന്നത് അപ്പ് എന്ന് പറയുമ്പോൾ മുകളിലോട്ട്, അതും ഓർത്തിരിക്കാം. നമ്മുടെ ഇക്വേഷൻ x² = 4ay. x² = 4ay. അതിൻ്റെ വൈയുടെ പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്മളൊന്ന് വൈ എഴുതി നോക്കി, ബാക്കി മുറിച്ച് കളഞ്ഞിട്ട് മുകളിലത്തെ മാത്രം എഴുതി. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതാണേ. ഓക്കെ, അതിന് ശേഷം നമ്മൾ വൈയുടെ സിമ്പൽ ഇട്ടു. ഓക്കെ, നോക്കിക്കേ, വൈ ആക്സിസ് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരച്ചാൽ നെഗറ്റീവ് അല്ലേ ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ അങ്ങനെ എഴുതി. ഇതാണ് നമ്മുടെ പരാബോള. അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. 0 എക്സ് ആക്സിലെ പോയിന്റ് 0 ആണ്, അതുകൊണ്ട് നമ്മൾ 0 എന്നിട്ട്. എ എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ്, അതുകൊണ്ട് എ എന്നിട്ട്. ഓക്കെ, നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ഇവിടെ എന്താണ്? വൈ എടുത്തു. y = പ്ലസ് ആണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈൻ വരും, i = -a വരും. ഇവിടെ ഡൗൺവേർഡ് പരാബോള ഞാൻ എഴുതി x² = -4ay. x² = -4ay. പരാബോള വരച്ചു, അതിൻ്റെ ഫോക്കസ് 0 -a എഴുതി. ദെൻ ഇക്വേഷൻ ഓഫ് നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എഴുതി y = a ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ വന്നപ്പം പോസിറ്റീവായി. ഓക്കെ, 4 പരാബോളയും ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ലാക്ടേഴ്സ് റെക്റ്റം എന്താണ്? ലാക്ടേഴ്സ് റെക്റ്റം എന്താണെന്നാണ് പറഞ്ഞത്?
ഓക്കെ, നമ്മുടെ പരാബോളയുടെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഫോക്കസിൽ കൂടെ വരയ്ക്കുന്ന ആ ലൈനെയാണ് ലാക്ടസ് റെക്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ, എന്തായിരുന്നു ലാക്ടസ് റെക്റ്റം? നോക്കിക്കേ, നമ്മുടെ ഇതാണ് ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനെ നമ്മൾ ലാക്ടസ് റെക്റ്റം എന്ന് വിളിച്ചത്. നമ്മുടെ ലാക്ടസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. ലാക്ടസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 4a. 4a എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കേ. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോക്കസ് ആക്സിസ്, ദ ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ആൻഡ് ലാറ്റസ് റെക്റ്റം ഓഫ് ദ പരാബോള y² = 8x. ഓക്കെ, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫോക്കസ് കണ്ടുപിടിക്കണം, ആക്സിസ് കണ്ടുപിടിക്കണം, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേടാ, y² = 8x, ഡിഗ്രി 1 ആയിട്ടുള്ളത്, എക്സിൻ്റെ പവറല്ലേ 1, ഡിഗ്രി 1 ആയിട്ടുള്ളത് എക്സിൻ്റെ പവറല്ലേടാ 1, y² = 8x. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സിൻ്റെ ചിറക് നമ്മൾ പറഞ്ഞു, ഇങ്ങോട്ടൊരു ചിറകമുണ്ട്, ഇങ്ങോട്ടൊരു ചിറകമുണ്ട്. അതിനുശേഷം നോക്കിക്കേ, ഇവിടെ സൈൻ ഏതാണ്? പോസിറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ക്ലിയറായി റൈറ്റ് ഹാൻഡഡ് പരാബോളയാണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് ജനറൽ ഫോം എഴുതാം. നോക്കിക്കേ, ജനറൽ ഫോം എന്താണ്? y² = 4ax. ജനറൽ ഫോം എന്താണ്? y² = 4ax. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പരാബോളയുടെ ഇക്വേഷൻ y² = 8x. നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. 4a = ഇവിടെ എത്രയാണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്? 8. 4a = 8. therefore അതുകൊണ്ട് a = 8/4 = 2 ആയിരിക്കും. എയുടെ വാല്യൂ കിട്ടി, 2 കിട്ടി. ഓക്കെ, എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് എഴുതാമല്ലോ. ഫോക്കസ് എന്താണെന്നാണ് പറഞ്ഞേ? A0. എങ്ങനെയാണ് A0? നമ്മൾ പറഞ്ഞു റൈറ്റ് ഹാൻഡഡ് പരാബോള. നമ്മുടെ പരാബോള ഇത് റൈറ്റ് ഹാൻഡഡ് പരാബോള. ഇതിൻ്റെ ഫോക്കസ് എപ്പോഴും പരാബോളയ്ക്കുള്ളിലാണെന്ന് പറഞ്ഞു. ഫോക്കസ് A0 ആയിരിക്കും എന്നും പറഞ്ഞു. ഓക്കെ, A0, ഫോക്കസ് A0. ഓക്കെ, നമ്മൾ A എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇപ്പം 20 ആയിരിക്കും ഫോക്കസ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആക്സിസ്. ഓക്കെ, ആക്സിസ് എന്തായിരിക്കും ഇടാ? ഈ പരാബോളയുടെ ആക്സിസ് എന്തായിരിക്കും? അത് y ആക്സിലെ പോയിൻ്റ് ഉണ്ടോ? എക്സ് ആക്സിലോട്ടല്ലേ നോക്കിയിരിക്കുന്നത്, എക്സ് ആക്സിലെ പോയിൻ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. എന്തായിരിക്കും? എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി എന്താണ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്? ഓക്കെ, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് പറഞ്ഞേ? നമ്മൾ y² = 4ax എന്ന പരാബോളയ്ക്കകത്ത് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്നാടാ പറഞ്ഞത്? ഈ എക്സ് നോക്കും, നോക്കിക്കേ, ഇവിടെ സൈൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. x = -a ആണെന്ന് പറഞ്ഞു. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇവിടെ എന്താണെന്ന് പറയാം? x = -2 ആണെന്ന് പറയാം. നമ്മുടെ ഈ പരാബോളയുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = -2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം അല്ലേ? നോക്കാം. നോക്കിക്കേ, ലെങ്ത് ഓഫ് ലാക്ടസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് പറഞ്ഞേ? 4a. 4 × എയുടെ വാല്യൂ 2. ഓക്കെ, നമ്മുടെ ലെങ്ത് ഓഫ് ദ ലാക്ടസ് റെക്റ്റം എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? പ്രോബ്ലം ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.